தேவனாலே பராக்கிரமம் செய்வோம். அவரே எங்கள் சத்துருக்களை மிதித்து போடுவார். சங்கீதம் 60:12. Through God we shall do valiantly, for he it is that shall tread down our enemies. Psalms 60:12. ஆண்டவரும் இரட்சகருமாகிய இயேசு கிறிஸ்துவின் நாமத்தினாலே காட் கோஸ் மினிஸ்ட்ரீஸின் யூடியூப் சேனல் வாயிலாக உங்களை சந்திப்பதில் பெரும் மகிழ்ச்சி அடைகிறேன். தேவனாகிய கர்த்தர் இந்த மாதத்திலே தம்முடைய வார்த்தைகளை நிறைவேற்ற உண்மையுள்ளவராயிருக்கிறார். ஆதலால் அவர் சொன்ன வார்த்தையின்படியே நிறைவேற்றுவார். நாம் கண்ட எல்லா துயரங்களுக்கும், சூழ்நிலைகளுக்கும், பிரச்சனைகளுக்கும், கடன் பாரங்களுக்கும் பலனாக தேவனுடைய வார்த்தையை பிடித்து கொள்ளுவோம். நிச்சயம் தேவனாகிய கர்த்தர் தம்முடைய வார்த்தையின்படியே நம்மை ஆசீர்வதிப்பார். இந்த 2வது மாதத்திலே ஒவ்வொரு நாளும் தேவனுடைய வார்த்தையை கேளுங்கள், அறிக்கை செய்யுங்கள், விசுவாசியுங்கள். கர்த்தர் சொன்ன வாக்கு தத்தங்களை அவர் நிறைவேற்றுவார் என்று விசுவாசிப்போம், காத்திருப்போம். தேவனாகிய கர்த்தர் இந்த மாதத்திலே பெரிய காரியங்களை செய்வாராக. ஆமேன். സ്തോത്രം. ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഒരു പ്രാവശ്യം കൂടെ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനമായി ഒരു സാക്ഷിയായി ദൈവമക്കളോടൊപ്പമായിരിക്കുവാൻ സർവശക്തനായ ദൈവം ഈ 2024 2ാം മാസത്തിൻ്റെ ഈ 19ാം ദിവസം കൂടെ ഒരു വലിയ അവസരം നൽകിയത് ഓർത്ത് ഞാൻ എൻ്റെ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഗോൾഡ് മിനിസ്ട്രിക്കായി മിനിസ്ട്രിയുടെ സ്ഥാപകനായിരിക്കുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ, എല്ലാ പ്രിയപ്പെട്ട കർത്താവിൻ്റെ ദാസന്മാരും വിശ്വാസ കുടുംബങ്ങളോടുള്ള ഹൃദയം നിറഞ്ഞ സ്നേഹത്തെ അർപ്പിക്കുന്നു. എല്ലാവരും ഇന്നാളുകളിൽ വളരെ പ്രാർത്ഥനയോടെ സ്തോത്രം മുന്നോട്ട് പോകുമെങ്കിൽ സ്വർഗ്ഗത്തിലെ ദൈവം നമ്മളെ സമർത്ഥമായി ഈ ദിവസങ്ങളിൽ അനുഗ്രഹിക്കും. നമ്മുടെ സ്തുതികൾക്ക് ദൈവം ഒരു മാറ്റം വരുത്തും. ദൈവത്തിൻ്റെ കൃപ നമ്മുടെ മേൽ എല്ലാവരുടെ മേലും പകരുമാറാകട്ടെ. അതെ, ഇന്ന് സ്തോത്രം പകൽക്കാലം അല്പസമയത്തെ ചിന്തയ്ക്കായി ആധാരമായി ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന തിരുവചനത്തിലേക്ക് നമ്മുടെ വിലപ്പെട്ട ശ്രോതാക്കളെ തിരിക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 55 അതിൻ്റെ സ്തോത്രം 9, 10, 11 വാക്യങ്ങൾ. അതേ സ്തോത്രം. യെശയ്യാവ് ഈ 55ാം അധ്യായത്തിൽ വിളിച്ചു പറയുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. അതേ സ്തോത്രം. അവിടെ വാഴ്ത്തത്ത വചനമാണ് ഈ 55. നമ്മൾ വായിക്കുമ്പോൾ യെശയ്യാവ് എന്ന പ്രവാചകനെ സ്വർഗ്ഗത്തിലെ ദൈവം തിരഞ്ഞെടുക്കുകയാണ്. സ്തോത്രം. എങ്ങനെയാണ് യെശയ്യാവിനെ തിരഞ്ഞെടുക്കുന്നത്? യെശയ്യാവ് സ്തോത്രം വലിയ പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ ഒരു പ്രവാചകനാണ്. ഏറ്റവും വലിയ പ്രവാചകൻ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു ആണ്. എന്നാൽ വിശുദ്ധ വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ യെശയ്യാവ് ആമോസിന്റെ മകനായി ഉശ്ശിയാ രാജാവിന്റെ കാലത്ത് യെശയ്യാവ് യേശു ക്രിസ്തുവിനെ ഒന്ന് കാണുകയാണ്. എങ്ങനെ കാണുന്നു? സാറാവുകൾ 2 കൊണ്ട് പാദം മൂടി, 2 കൊണ്ട് മുഖം മൂടി, 2 കൊണ്ട് പറന്നുയർന്നുകൊണ്ട് യഹോവയായ ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് ആർത്തു വിളിക്കുന്ന ഒരു ശബ്ദം യെശയ്യാവ് കേൾക്കുന്നുണ്ട്. അപ്പോൾ തന്നെ യെശയ്യാവ് സ്തോത്രം ദൈവസന്നിധിയിൽ വീഴുന്ന ദൈവത്തെ സ്തുതിച്ചിട്ട് ഇപ്രകാരം വിളിച്ചു പറഞ്ഞു, അയ്യോ ദൈവമേ, ഞാൻ ശുദ്ധിയില്ലാത്തൊരു മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത മനുഷ്യരുടെ ഇടയിൽ ജീവിക്കുന്നു, ശുദ്ധിയില്ലാത്ത ഒരു അധരമുള്ള മനുഷ്യൻ എന്ന് പറഞ്ഞു. പറയുമ്പോൾ തന്നെ സ്വർഗത്തിൽ നിന്ന് ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി, സ്വർഗത്തിൽ നിന്ന് ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങിയിട്ട് ഒരു സ്തോത്രം പ്രാർത്ഥനയുടെ ധൂപകലശത്തിൽ നിന്ന് ഒരു സ്തോത്രം തീക്കനലെടുത്ത് തൻ്റെ നാവിൽ വെച്ചു കൊടുത്തു. തൻ്റെ നാവിൽ വെച്ചപ്പോൾ സ്തോത്രം തൻ്റെ നാവ് അഗ്നി നാവായി മാറി. അങ്ങനെ സ്തോത്രം ദൈവത്തിന്റെ ജനത്തെ നയിപ്പാൻ സ്വർഗത്തിലെ ദൈവം ആ കാലഘട്ടത്തിൽ മോസിന്റെ മകനായ യെശയ്യാവിനെ ദൈവം തെരഞ്ഞെടുത്തു. അതേ
സ്തോത്രം യെശയ്യാവ് 55 ആമയെ വിളിച്ചു പറയുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. അതിന്റെ സ്തോത്രം 9, 10, 11 വാക്യങ്ങൾ വളരെ വാഴ്ത്തത്വം തരുന്ന സ്തോത്രം വചനമാണ്. അതേ സ്തോത്രം ആകാശത്തു നിന്നും മഴ പെയ്ത് ഭൂമിയെ നനച്ച് ഫലവൃദ്ധമായി വിത്ത് വിതച്ച് ആമയെ കഴിക്കാൻ ആഹാരം തന്ന് നിങ്ങളെ ദൈവം സമൃദ്ധിയോടെ പോഷിപ്പിക്കുന്നത് പോലെ തന്നെ ദൈവത്തിന്റെ സ്വർഗത്തിലിരിക്കുന്ന ദൈവത്തിന്റെ വായിൽ നിന്ന് പുറപ്പെട്ടു വരുന്ന ദൈവത്തിന്റെ സ്തോത്രം മാറ്റമില്ലാത്ത വചനം സ്തോത്രം ആമയെ അയക്കും. വചനം അയച്ച് സ്തോത്രം നിങ്ങൾ ഏത് വിഷയത്തിന് വേണ്ടി സ്വർഗത്തിൽ നിന്ന് വചനം അയക്കുന്നുണ്ടോ അതേ വിഷയത്തിന് ഒരു മറുപടി തന്നിട്ടല്ലാതെ തിരിച്ച വചനം സ്തോത്രം റിട്ടേൺ ആമയെ ദൈവസന്നിധിയിൽ എത്തത്തില്ല. ഏത് വിഷയത്തിനാണ് സ്തോത്രം വചനമയക്കുന്നു ആമേ സ്തോത്രം ആ വിഷയത്തിന്റെ നടുവിൽ ഒരു വിടുതലയക്കും. ആമേ സ്തോത്രം വേദപുസ്തകം പറയുന്നു വചനമയച്ച് വിടുവിക്കുന്ന ദൈവമെന്ന്. സ്തോത്രം വചനമയച്ച് രക്ഷിക്കുന്ന ദൈവമെന്ന്. വചനമയച്ച് നിന്റെ സ്ഥിതികൾക്ക് മാറ്റം വരുത്തുന്ന ദൈവമെന്ന്. ആരാ വചനം? സ്തോത്രം എങ്ങനെയാ വചനം? ആമേ വേദപുസ്തകം വ്യക്തമായി വിളിച്ചു പറയുന്നു. യോഹന്നാൻ സുവിശേഷത്തിൽ യോഹന്നാൻ നിന്നുകൊണ്ട് വിളിച്ചു പറഞ്ഞു, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ സ്തോത്രം സ്വർഗത്തിൽ വസിക്കുന്ന ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന വചനം സ്തോത്രം ആമേ അത് വെറുതെ ഭൂമിയിൽ വന്നിട്ട് അത് ഫലപ്രദമായ വിളവെടുക്കാതെ, അത് വിടുതൽ കാണാതെ, അത് ആശ്വാസം തരാതെ, അത് നന്മ ഉളവാക്കാതെ, അത് പ്രത്യാശ തരാതെ അത് വെറുതെ മടങ്ങി ഉയരത്തിലേക്ക് കയറി ചെല്ലുന്നില്ല. ഈ സ്തോത്രം ഈ വൽക്കാലം വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നീറിപ്പുകയുന്ന പലവിധമായ വിഷയങ്ങളുടെ നടുവിൽ ഒരുപക്ഷെ ആമയെ താങ്ങുവാൻ കഴിയാത്ത സ്തോത്രം പ്രതിസന്ധിയുടെ നടുവിൽ ജോലി നഷ്ടപ്പെട്ട്, സാമ്പത്തികം നഷ്ടപ്പെട്ട്, ആരോഗ്യം നഷ്ടപ്പെട്ട്, ജീവിതത്തിന്റെ എല്ലാ പ്രതാപങ്ങളും നഷ്ടപ്പെട്ട് തകർന്നിരിക്കുന്ന വ്യക്തി ജീവിതമേ സ്തോത്രം നീ ദൈവസന്നിധിയിൽ മുഴങ്കാൽ മടക്കിയാൽ സ്വർഗത്തിൽ നിന്ന് ആമേൻ തേരിലും തേരാളിയായി എന്റെ കർത്താവ് രൂപിയായ കർത്താവ് തേജസ്വാരി ഉടുത്തുകൊണ്ട് നെടുകയും കുറുകയും നിന്റെ മധ്യത്തിൽ ഇറങ്ങി വന്ന് ഗുലാബെന്ന് മാത്രമല്ല ആ യേശു കർത്താവ് വചനമയച്ച് നിന്നെ വിടുവിക്കുന്ന ദൈവം. സ്തോത്രം വിശുദ്ധ വേദപുസ്തകം അത് അങ്ങനെ വിളിച്ചു പറയുകയാണ്. സ്തോത്രം അതേ ആമേ സ്തോത്രം വചനം വെറുതെ യേശു ക്രിസ്തുവിന്റെ സന്നിൽ വന്ന് വെറുതെ ആമേ ഫലമിതല്ലാതെ മടങ്ങിപ്പോകുന്നില്ല. എന്നാൽ വേദപുസ്തകത്തിൽ ഇന്നേക്ക് 2024 വർഷങ്ങൾക്ക് മുമ്പ് യേശു ക്രിസ്തു മാനവകുലത്തിന്റെ രക്ഷയ്ക്കായി അതേ സ്തോത്രം ഈ വചനം ഒരു ദേഹരൂപമെടുത്ത് ഒരു മനുഷ്യ ശരീരമെടുത്ത് സ്തോത്രം ബേത്ലഹേമിൽ പുൽത്തൊട്ടിൽ പിറന്ന് ആമേ സ്തോത്രം നോക്കണമേ മനുഷ്യന്റെ പാപത്തിന്റെ സ്തോത്രം മോചനത്തിനായി ആ വചനം ആമേ ജഡരൂപമെടുത്ത് ദേഹരൂപമെടുത്ത് ഇറങ്ങി വന്നിട്ട് യേശു ക്രിസ്തു 33.5 തിരുവയസ്സ് വരെ ജീവിച്ചിരുന്ന കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിപ്പാൻ തുടങ്ങി. അതേ വചനം അത്ഭുതം പ്രവർത്തിക്കും, വചനം നിന്നെ വിടുവിക്കും, വചനം നിന്റെ പാപത്തെ മോചിപ്പിക്കും, വചനം നിന്റെ ശാപത്തെ മാറ്റും, വചനം നിന്റെ ബന്ധനത്തെ അഴിക്കും, വചനം നിന്നെ വിടുവിക്കുന്ന, നിന്റെ ദേശത്തെ വിടുവിക്കുന്ന, നിന്റെ തലമുറയെ വിടുവിക്കുന്ന വചനത്തിന്റെ ശക്തി ആ പവർ ഇന്ന് സ്തോത്രം വിശ്വസിക്കുന്ന ദൈവമക്കളുടെ ഭവനത്തിൽ വചനമയക്കുമെന്ന് എത്ര പേർക്ക് വിശ്വസിക്കുവാൻ കഴിയും? ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയത്തിന്, നാളിതുവരെ വിടുതലില്ലാതിരിക്കുന്ന വിഷയത്തിന്, എന്നെ കരയിച്ച വിഷയത്തിന്, എന്നെ മുന്നോട്ട് വിടില്ല എന്ന് സ്തോത്രം അവകാശം പറഞ്ഞ, പിശാച് അവകാശം പറഞ്ഞ, ലോകം അവകാശം പറഞ്ഞ, മനുഷ്യൻ തള്ളിയ വിഷയത്തിന്റെ നടുവിൽ സ്വർഗം ആ വിഷയം ഏറ്റെടുത്ത് വചനമയച്ച് യേശു വിടുവിക്കുവാൻ പോകുകയാണ്. കർത്താവ് നോക്കണമേ, സ്തോത്രം നോക്കണമേ. 33 വയസ്സിൽ തന്റെ ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ യേശു ക്രിസ്തു അതേ യേശുവിനെ കാനായിൽ കല്യാണ വീട്ടിൽ ക്ഷണിച്ചിരുന്നു. സ്തോത്രം നോക്കണമേ, യേശുവിനെയും ശിഷ്യന്മാരെയും ക്ഷണിച്ചിരുന്നു. യേശുവിന് പ്രിയമുള്ള വീടെന്ന് നമുക്ക് പറയാൻ കഴിയും. ആമയെ സ്തോത്രം ഇവിടെ സ്തോത്രം പ്രധാന ശക്തിയായ വീഞ്ഞ് തീർന്നു പോകുന്ന ഒരു കാഴ്ച വരുന്നു. യേശുവിന്റെ അമ്മ മുന്നോട്ട് വന്ന് പറയുന്നു, സ്തോത്രം ഈ വീട്ടിൽ ആമയെ സ്തോത്രം ദേ വീഞ്ഞ് തീരാറായി. ആമയെ സ്തോത്രം സ്ത്രീയെ എനിക്കും നിനക്കും തമ്മിൽ എന്ത് എന്ന് ചോദിച്ചിട്ട് ആമയെ സ്തോത്രം യേശു മാറി നിൽക്കുമ്പോൾ ആമയെ സ്തോത്രം യേശുവിന്റെ അമ്മ മറിയ പറഞ്ഞത്, സ്തോത്രം അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ ചെയ്ത് കൊടുപ്പിൻ. ആമയെ സ്തോത്രം ഒന്നും അറിഞ്ഞുകൂടാത്ത ശിഷ്യന്മാരോട് 6 കൽപ്പനകൾ ഒഴിഞ്ഞിരുന്നതിന് ആമയെ സ്തോത്രം പച്ചവെള്ളത്തെ കോരി നിറയ്ക്കാൻ പറഞ്ഞു. മണോ ഗുണവും ഇല്ലാത്ത പച്ചവെള്ളത്തെ കോരി നിറച്ച് ആമയെ വക്കോളം നിറച്ചപ്പോൾ അതിനെ വാഴ്ത്തി തമ്പുരാൻ പുതിയ വീഞ്ഞാക്കി മാറ്റിയ ദൈവം സ്തോത്രം നിന്റെ കൈപ്പായ ശാപിക്കപ്പെട്ട, തകർന്നിരിക്കുന്ന, വേദനപ്പെടുത്തിയ, മുറിവേൽപ്പിച്ച നിന്റെ ജീവിത പശ്ചാത്തലത്തെ ഒന്ന് മാറ്റി വിരിപ്പാൻ ഈ സ്തോത്രം ദിവസങ്ങൾ ദൈവം വചനമായി
യേശു നിന്റെ അടുക്കൽ ഇറങ്ങി വന്നിട്ടുണ്ടെന്ന് ഉറപ്പുള്ള ദൈവമക്കൾ ഇന്ന് വിളിച്ചു പറയണം. ഇന്നലെ വരെ ആമേ സ്തോത്രം സ്തോത്രം അഭിരുചി പ്രാപിക്കാൻ കഴിയാത്ത നിലയിൽ എന്റെ ജീവിതത്തിൽ ഒരു സ്വച്ഛതയില്ലാത്ത അനുഭവങ്ങളിലൂടെ സഞ്ചരിച്ച മേഖലകളെ തകർത്തുകൊണ്ട് ഒരു പുതിയ അധ്യായമാക്കി തീർത്ത്, ഒരു പുതിയ വ്യക്തിയാക്കി തീർത്ത്, ഒരു പുതിയ നിലയിലേക്ക് കൊണ്ടുവരുവാൻ സ്വർഗത്തിലെ ദൈവത്തിന്റെ വചനം നിന്റെ അടുക്കൽ ഇറങ്ങി വന്നിട്ടുണ്ട്. ആ വചനമായ ക്രിസ്തു പച്ചവെള്ളത്തെ വീഞ്ഞാക്കി മാറ്റി. തീർന്നില്ല. ബൈബിൾ പറയുന്നു, അവൻ കുഷ്ഠരോഗിക്ക് സൗഖ്യം കൊടുത്തു. സ്തോത്രം. അവൻ മുടന്തനെ നടത്തി, അവൻ കുരുടനെ കാഴ്ച കൊടുത്തു, അവൻ ചെകിടനെ കേൾപ്പിച്ചു, അവൻ സ്തോത്രം നോക്കണമേ ഓമനെ അവൻ സംസാരിപ്പിച്ചു. തീർന്നില്ല. സ്തോത്രം. ബഥാനിയയിൽ യോഹന്നാൻ സുവിശേഷം 11 വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നു, ബഥാനിയയിൽ ലാസറിന്റെ ഭവനത്തിൽ യേശു പോകുകയാണ്. എന്നാ പോകുന്നത്? സ്തോത്രം. യേശു ലാസറിന്റെ ഭവനത്തിൽ പലപ്പോഴും പോയിട്ടുണ്ട്. പക്ഷേ ലാസർ യേശുവിനെ സ്നേഹിച്ചിരുന്നു, മാർത്ത സ്നേഹിച്ചിരുന്നു, മറിയ സ്നേഹിച്ചിരുന്നു. സ്തോത്രം. ആ ഭവനത്തിൽ ഒരു മരണം നടക്കുകയാണ്. പക്ഷേ 3 വിധവകൾ അവിടെയുണ്ട്. അപ്പനും അമ്മയും മരിച്ചുപോയ ഒരു കുടുംബം, തകർന്നിരിക്കുന്ന ഒരു കുടുംബം. ആകെയുള്ള പ്രതീക്ഷ ലാസറിലായിരുന്നു. ലാസറിനൊരു രോഗം വന്ന് ലാസർ മരിച്ചു. എന്നാൽ മരണമറിഞ്ഞിട്ട് യേശു കർത്താവ് വന്നു പോയില്ല. പിറ്റന്ന് പോയില്ല, 3-ാം ദിവസം പോയില്ല, 4-ാം ദിവസം യേശു പട്ടണവാതിൽക്കൽ വന്നെന്ന് കേട്ടപ്പോൾ മാർത്ത ഇരിപ്പെഴുന്നേറ്റ് ഓടിച്ചെന്ന് യേശുവിനെ എതിരേറ്റിട്ട് പറഞ്ഞു, ഗുരുവേ, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ടവൻ മരിക്കില്ലായിരുന്നു. വചനമായിരിക്കുന്ന കർത്താവ് സ്തോത്രം അവനെ വച്ച സ്ഥലം എവിടെ എന്ന് ചോദിക്കുമ്പോൾ സ്തോത്രം സ്തോത്രം അവൾ കൊടുത്ത മറുപടി, മരിച്ച് 4 നാളായി, നാട്യം വെച്ചുപോയി. വീർണിച്ച നിന്റെ വിഷയം മക്കൾ നിന്നിച്ച സ്ഥാനത്ത്, മരുമക്കൾ നിന്നിച്ച സ്ഥാനത്ത്, ദേശം കൈയടിവി നിന്നെ തള്ളിക്കളഞ്ഞ സ്ഥാനത്ത് വീർണിച്ച അവസ്ഥകളെ സ്തോത്രം മധുരമാക്കി, സൗരഭ്യമാക്കി, വാസനയാക്കി, ജയകരമാക്കി, ഉല്ലാസമാക്കി നിന്നെ സ്തോത്രം വിടുതലയിക്കാൻ കഴിവുള്ള ദൈവത്തിന്റെ വചനം എവിടെ വച്ചു എന്ന് ചോദിച്ചു. ലാസറിന്റെ കല്ലറക്കൽ ചൊന്ന് കണ്ണുനീർ നിനക്ക് വേണ്ടി വാർത്ത വചനം, നിനക്ക് വേണ്ടി കണ്ണുനീർ വാർക്കുന്ന ദൈവം, നിനക്ക് വേണ്ടി സ്തോത്രം ഇറങ്ങി വരുന്ന ദൈവം, നിന്റെ സ്ഥിതിക്ക് മാറ്റം വരുത്തുന്ന ദൈവം. ഇതാണ് വചനം. സ്തോത്രം. ആ വചനത്തിൽ നീ വിശ്വസിക്ക്, ആ വചനത്തെ നീ ഏറ്റെടുക്ക്, ആ വചനത്തെ നീ അനുസരിക്ക്. അബ്രഹാം വിശ്വസിച്ചപ്പോൾ ദൈവത്തിന്റെ മഹത്വം കണ്ടു. നീണ്ട 24 വർഷം വാഴ്ത്തത്ത സന്തതി ജനിക്കാതെ അവിശ്വാസത്തോടെയല്ല, വിശ്വാസത്തോടെ ഇരുന്നു. പക്ഷോ സ്തോത്രം 100-ാം വയസ്സിൽ ഒരു വാഴ്ത്തത്ത സന്തതിയെ കൊടുത്തവൻ ലാസറിനെ വച്ച സ്ഥലം എവിടെയെന്ന് ചോദിക്കുന്നു. സ്തോത്രം. ലാസറെ പുറത്തു വരുവാൻ പറഞ്ഞപ്പോൾ അവൻ പുറത്തു വന്നു. അനേകർ കണ്ട് ആശ്ചര്യപ്പെട്ടു പോയി. അവിടെ നിന്ന് ജനം ആശ്ചര്യപ്പെട്ടു. ഇതേ സ്തോത്രം അവന് വീട്ടിൽ കൊണ്ടുവന്ന് ഒരു നല്ല വിരുന്നൊരുക്കി ഒരു പന്തിയിലിരുത്തി യേശു. സ്തോത്രം. നോക്ക്, നിനക്ക് നഷ്ടപ്പെട്ടു പോയ സ്ഥാനത്ത് നിന്ന്, നിന്റെ പ്രിയപ്പെട്ടവർ നഷ്ടപ്പെട്ട സ്ഥാനത്ത് നിന്ന്, നിന്റെ സാമ്പത്തിക ആരോഗ്യ ജോലി സ്തോത്രം പദവികൾ, സ്ഥാനങ്ങൾ, അധികാരങ്ങൾ എല്ലാം നഷ്ടപ്പെട്ട സ്ഥാനത്ത് മടക്കി തരാൻ കഴിവുള്ള ദൈവത്തിന്റെ വചനം സ്തോത്രം ഇറങ്ങി വന്നിട്ടുണ്ട്. വിശ്വസിക്ക്. ദൈവത്തിന്റെ മഹത്വം കാണാൻ പോകുകയാണ്, ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ പോകുകയാണ്. തീർന്നില്ല. വേദപുസ്തകം പറയുന്നു, യേശു യൈറോസിന്റെ ഭവനത്തിലേക്ക് വരുമ്പോൾ സ്തോത്രം നോക്കണമേ, ബാലിക 12 വയസ്സുകാരിയായി ബാലിക ദീനം പിടിച്ചു കിടന്നു. ഗുരുവിനെ അസംഖ്യപ്പെടുത്തുന്നത് എന്ത്? യൈറോസിനോട് യേശു പറഞ്ഞു, നീ വിശ്വസിച്ചാൽ മതി, ദൈവത്തിന്റെ മഹത്വം കാണും. വിശ്വസിക്കുക, അവിശ്വാസമല്ല. അവിശ്വാസം അടുത്ത് കാണും. വിശ്വാസമുള്ളവരോട് ചേർന്ന് ആരാധിക്കുക, ദർശനമുള്ളവരോട് ചേർന്ന് ആരാധിക്കുക, വെളിപ്പാട് പ്രാപിച്ചവരോട് ചേർന്ന് ആരാധിക്കുക, ദൈവവിളിയും തെരഞ്ഞെടുപ്പുമുള്ളവരോട് ചേർന്ന് നീ ആരാധിക്കുമെങ്കിൽ ദൈവ മഹത്വം വെളിപ്പെടും. വചനം സ്തോത്രം അയക്കും. ഈ ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന വചനം അത് വെറുതെ വന്ന് വെറുതെ മടങ്ങിപ്പോകില്ല. ഇന്ന് ഏത് വിഷയത്തിന്റെ നടുവിൽ ഇരുന്നു കൊണ്ട്, ഏത് വേദനയുടെ നടുവിൽ ഇരുന്നു കൊണ്ട്, ഏത് ദുഃഖകരമായ അനുഭവത്തിൽ ഇരുന്നു കൊണ്ട് സ്തോത്രം വചനം കേട്ടുകൊണ്ടിരിക്കുന്നു, നിശ്ചയമായി നിങ്ങളുടെ ഭവനത്തിനകത്താണെങ്കിൽ അവിടെ ദൈവത്തിന്റെ വചനം ഇറങ്ങി വരും. യാത്രയിലാണെങ്കിൽ അവിടെ ഇറങ്ങി വരും. സ്തോത്രം. മറ്റൊരു ചർച്ചിനകത്താണെങ്കിൽ അവിടെ ഇറങ്ങി വരും. ഇല്ല, ഒറ്റയ്ക്കാണ്, കണ്ണുനീരിന്റെ അനുഭവത്തിലാണെങ്കിൽ യേശുവിന്റെ വചനം അവിടെ ഇറങ്ങി വരും. വചനം അയച്ച് നിന്നെ വിടുവിക്കുന്ന ദൈവത്തിന്റെ കരം ഇറങ്ങി വരും. യൈറോസിന്റെ ഭവനത്തിൽ ചെന്നിട്ട് സ്തോത്രം നോക്ക്, കരഞ്ഞ് വിലപിച്ചു കൊണ്ടിരിക്കുന്ന സകലരെയും പുറത്താക്കിയിട്ട് പത്രോസ്, യോഹന്നാൻ, യാക്കോബ്, യേശുവും അകത്ത് കയറി. യൈറോസും ഭാര്യയും നിൽക്കുന്നു. ബാലികയുടെ കരത്തിന് പിടിച്ച് എഴുന്നേൽപ്പിച്ച് തിരിച്ച് നഷ്ടപ്പെട്ടതിനെ മടക്കി കൊടുത്ത ദൈവത്തിന്റെ വചനം അയക്കാൻ പോകുകയാണ്. സ്തോത്രം സ്തോത്രം.
ദൈവത്തിന്റെ വചനം അയച്ചു വിടുവിക്കും. ആമേ. ലൂക്കോസിന്റെ സുവിശേഷം 7 സ്തോത്രം വിളിച്ചു പറയുന്നു, യേശു ക്രിസ്തു ആമേ ദേ സ്തോത്രം ആമേ സ്തോത്രം ഇതേ നൈൻ എന്ന പട്ടണത്തിലേക്ക് ജയത്തിന്റെ റാലിയുമായി മുന്നോട്ട് പോകുമ്പോൾ ഇതേ ശതാധിപന്റെ ബാല്യക്കാരൻ ദീനം പിടിച്ചു കിടക്കുന്നവൻ ആളയച്ച് പറയുന്നു, നീ എന്റെ പുരക്കകത്ത് വരാൻ ഞാൻ യോഗ്യനല്ല, നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ എന്റെ ബാല്യക്കാരൻ സൗഖ്യം. അതാണ് വിശ്വാസം. സ്തോത്രം. യേശു ഭവനത്തിനോട് നടന്നടുക്കും മുമ്പ് അവന്റെ ബാല്യക്കാരൻ സൗഖ്യം പ്രാപിച്ചു. തീർന്നില്ല. നൈൻ എന്ന പട്ടണത്തിൽ ചെന്നപ്പോൾ കരഞ്ഞു വിലപിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വിധവ. സ്തോത്രം. ഇതേ 4 പേർ ചേർന്നൊരു ബോഡിയെ എടുത്തുകൊണ്ടുവരുന്നു. സ്തോത്രം. നാമയെ ദുർവക്കുറ്റികൾ വീശി സ്തോത്രം ഒരു കൂട്ടർ ശുശ്രൂഷയ്ക്കായി ഒരുങ്ങി മുന്നോട്ട് വരുന്നു. ശവമഞ്ചം വീട്ടിൽ നിന്ന് എടുത്താൽ അത് ശവപ്പറമ്പിൽ കൊണ്ടുവന്ന് അടക്കുന്നതാണ് പതിവ്. അതിനെ സ്തോത്രം ആമയെ ആ മഞ്ചത്തിൽ ആരും വന്ന് നേരെ കൈവച്ചിട്ടില്ല. എന്നാൽ യഹൂദ ഗോത്രത്തിലെ സിംഹമായ യഹൂദന്മാരുടെ രാജാവായ സ്തോത്രം രക്ഷകനും വീണ്ടെടുപ്പുകാരനും സൗഖ്യദായകനുമായ സകലത്തിന്റെ ഉടയവനായ വചനത്തിന്റെ പവറുള്ളവൻ ആമയെ ആ ശവമഞ്ചത്തിൽ തൊട്ടു. യുവാവ് എഴുന്നേൽക്ക എന്ന് പറഞ്ഞു. ആമ യുവാവ് എഴുന്നേറ്റ് സംസാരിക്കുന്ന കണ്ടപ്പോൾ അവിടെ നിന്ന് എല്ലാവരും ആശ്ചര്യപ്പെട്ടു പോയി. അങ്ങനെയാണെങ്കിൽ വർണ്ണിച്ചാൽ തീരാത്ത അധ്യായങ്ങളുണ്ട്. സ്തോത്രം. എന്നാൽ വചനമയച്ചു വിടുവിക്കും. ഈ പൽക്കാലം വിശ്വസിക്കാമോ സമർപ്പിക്കാമോ? നിന്റെ ദുഃഖങ്ങൾ സന്തോഷകരമായി തീരും. നിന്റെ സ്തോത്രം ആമേ വേദനകൾ അപ്രതീക്ഷമായി മാറാൻ പോകുന്നു. നിന്റെ കഷ്ടതകൾ സ്തോത്രം ഇന്ന് പൽക്കാലം മാറും. ദൈവം വിടുവിക്കാൻ പോകുന്നു. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല കർത്താവേ, സ്വർഗീയ പിതാവേ, സ്തോത്രം. ആകാശം ഭൂമിക്ക് മുകളിൽ ഉയർന്നിരിക്കുന്നത് പോലെ സ്തോത്രം നിന്റെ വഴികൾ ഞങ്ങളുടെ വഴികളേക്കാൾ ഉയർന്നിരിക്കുന്നു. സ്തോത്രം. ഞങ്ങളുടെ വിചാരങ്ങളേക്കാൾ നിനക്ക് ഞങ്ങളോടുള്ള വിചാരം സ്തോത്രം വലുതായിരിക്കൊണ്ടും യേശുവേ, മഴ പെയ്ത് സ്തോത്രം കട്ടകൾ നനഞ്ഞ് കഴിക്കാൻ ആഹാരം തരുന്നത് പോലെ ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന വചനം സ്തോത്രം അത് വെറുതെ മടങ്ങിപ്പോകുന്നില്ല. ഈ 2024 ഈ 19 ദിവസം വചനം കേട്ടുകൊണ്ടിരുന്ന സകലവരുടെയും കുടുംബത്തിൽ, സകലവരുടെയും ആവശ്യത്തിൽ, സകല വിഷയങ്ങളിലും ഒരു വിടുതലായി വചനം വെളിപ്പെട്ട് സ്തോത്രം ക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചുകൊണ്ട് അന്ത്യത്തോളം വിശ്വസ്തയോടെ നിൽക്കാനും ദൈവവാഗ്ദത്തങ്ങളെ പിടിച്ചു മുന്നേറുവാനും സ്വർഗ്ഗത്തിൽ ദൈവ സഹായിക്കും. മിനിസ്ട്രിയുടെ ആമേസാവനായി കൂടെ ആയിരിക്കുന്ന എല്ലാ കർത്താവിന്റെ ഭൃത്യന്മാർക്കായി കേൾവിക്കാരായിരുന്ന എല്ലാ വിശ്വാസ കുടുംബങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കും. പ്രാർത്ഥന സ്വീകരിച്ചുകൊണ്ട് സ്തോത്രം. മനോഹരമായ വചനങ്ങളെ ദൈവം തന്നതുകൊണ്ട് സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ വചനമയച്ചതിനായി സ്തോത്രം. വചനമയച്ച് വിടുവിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേ, ആമേ, ആമേ. സ്നേഹിതർക്കായി സ്വയം ജീവനേകിയ നിത്യമാം സ്നേഹമേ ആരാധന. സ്നേഹിതർക്കായി സ്വയം ജീവനേകിയ നിത്യമാം സ്നേഹമേ ആരാധന. അപ്പമായെന്നും കൂടെ വാഴുന്ന ദൈവമേ നിനക്കെന്നും ആരാധന. ചങ്കിലെ ചോര നീ എനിക്കായൊഴുക്കി, നിൻ ദേഹമെനിക്കായി പകുത്തു തന്നു.
ചങ്കിലെ ചോര നീ എനിക്കായി ഒഴുക്കി, നിൻ ദേഹമെനിക്കായി പകുത്തു തന്നു. എൻ ഘോര പാപങ്ങൾ നീ പൊറുത്തു, എനിക്കായി കുരിശിൽ നിൻ ജീവനേകി. എൻ ഘോര പാപങ്ങൾ നീ പൊറുത്തു, എനിക്കായി കുരിശിൽ നിൻ ജീവനേകി. എനിക്കായി കുരിശിൽ നിൻ ജീവനേകി. സ്നേഹിതർക്കായി സ്വയം ജീവനേകിയ നിത്യമാം സ്നേഹമേ ആരാധന. അപ്പമായെന്നും കൂടെ വാഴുന്ന ദൈവമേ നിനക്കെന്നും ആരാധന. നിൻമാംസരക്തങ്ങൾ ജീവന്റെ ഭോജ്യമായി എന്നുമെന്നുള്ളിൽ വസിച്ചിടുന്നു. നിൻമാംസരക്തങ്ങൾ ജീവന്റെ ഭോജ്യമായി എന്നുമെന്നുള്ളിൽ വസിച്ചിടുന്നു. കാരുണ്യമേകുന്ന കാൽവരിനാഥ, എന്നുമെന്നും നിനക്കാരാധന. കാരുണ്യമേകുന്ന കാൽവരിനാഥ, എന്നുമെന്നും നിനക്കാരാധന. ആരാധന സ്തുതി ആരാധന. സ്നേഹിതർക്കായി സ്വയം ജീവനേകിയ നിത്യമാം സ്നേഹമേ ആരാധന. അപ്പമായെന്നും കൂടെ വാഴുന്ന ദൈവമേ നിനക്കെന്നും